ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്നത്തെ ചരിത്രത്തിലെ ഇന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം വർഷത്തിലെ 348 ദിവസമാണ്. അധികവർഷത്തിൽ 349 ദിനമാണ്. അപ്പം പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് പ്രധാനമായും 557 ഭൂകമ്പം മൂലം കോൺസ്റ്റന്റാപ്പിളിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്ന ദിവസമാണ് ഇന്ന്. അതുപോലെ തന്നെ 1782 ഫ്രാൻസിൽ മനുഷ്യരില്ലാതെ മോൺഗോൾഫിയർ സഹോദരന്മാർ ചൂടുവായു നിറച്ച ഒരു ബലൂണിൽ ആദ്യമായി പരീക്ഷണം നടത്തിയതും ഈ ദിവസമാണ്. അവരെ ഏകദേശം 2 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചെന്ന് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം. 1819 അലബാമ 22ാമത്തെ സംസ്ഥാനമായി അമേരിക്കൻ ഐക്യനാടുകളിൽ ചേർക്കപ്പെട്ട ദിവസവും ഇന്നാണ്. 1911 നോർവേ പരിവേഷകൻ റോൾഡ് അമുണ്ട്സനും സംഘവും ദക്ഷിണ ധ്രുവത്തിലെത്തുന്ന ആദ്യ മനുഷ്യരാകുന്നതും ഇന്നേ ദിവസമാണ്. 1918 പോർച്ചുഗീസ് പ്രസിഡന്റ് സിദിനിയോ പൈസ് കൊല്ലപ്പെടുന്നതും ഈ ദിവസമാണ്. 1939 ശീതയുദ്ധം ഫിൻലാൻഡ് ആക്രമിച്ചതിനെ തുടർന്ന് സോവിയറ്റ് യൂണിയനെ ലീഗ് ഓഫ് നേഷൻസിൽ നിന്ന് പുറത്താക്കുന്നതും ഇന്നാണ്. മറ്റു സംഭവങ്ങൾ നോക്കുമ്പോൾ 1955 അൽബേനിയ, ഓസ്ട്രിയ, ബൾഗേറിയ, കംബോഡിയ, സിലോൺ, ഫിൻലാൻഡ്, ഹംഗറി, അയർലാൻഡ്, ഇറ്റലി, ജോർദാൻ, ലാവോസ്, ലിബിയ, നേപ്പാൾ, പോർച്ചുഗൽ, റൊമാനിയ, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ അംഗം ആകുന്നതും ഇന്നേ ദിവസമാണ്. 1962 നാസയുടെ മറൈനർ 2 ശുക്രനിലൂടെ പറക്കുന്ന ആദ്യ ബഹിരാകാശ പേടകവുമാവുന്നതും ഇന്നാണ്. 1999 വെനസ്വേലയിലെ വാർഗാസിലുണ്ടായ ശക്തമായ മഴവെള്ളപ്പൊക്കത്തിൽ 10,000-കണക്കിന് പേർ മരണപ്പെടുകയും 1000-ലധികം വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്തതും ഈ ദിവസമാണ്. 2003 രണ്ടാം ഗൾഫ് യുദ്ധത്തിന് ശേഷം ഇറാഖിൻ്റെ മുൻ പ്രസിഡന്റ് സദാം ഹുസൈൻ ഒളിവറയിൽ നിന്നും അമേരിക്കയുടെ പിടിയിലാവുന്നതും ഇന്നേ ദിവസമാണ്. അപ്പോൾ 1946 ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കിൽ സ്ഥാപിക്കുവാൻ അംഗരാജ്യങ്ങൾ വോട്ടെടുപ്പിൽ തീരുമാനിക്കുന്നതും ഇന്നാണ്. അപ്പം അടുത്ത 1-2 പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട ജന്മദിനങ്ങളാണ് നോക്കുന്നത്. 1546 16-ാം നൂറ്റാണ്ടിലെ പ്രശസ്തമായ ജ്യോതിശാസ്ത്രജ്ഞൻ ടൈക്കോ ബ്രാഹെ ജനിക്കുന്നത് ഇന്നാണ്. രാജ് കപൂർ ഹിന്ദി സിനിമാ താരമാണ്, അദ്ദേഹം ജനിക്കുന്ന ഇന്നാണ്. മൈക്കൽ ഓവൻ ഇംഗ്ലീഷ് ഫുട്ബോൾ താരമാണ്, അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടെയാണ് ഇന്ന്. അപ്പോൾ ഈ ദിവസം അന്തരിച്ച 1-2 പ്രശസ്ത വ്യക്തികളെ നമുക്ക് നോക്കാം. 1591 കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ സ്പാനിഷ് കവിയാണ്, അദ്ദേഹം ക്രൈസ്തവ സന്യാസിയും കൂടെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ മരണദിനം ഇന്നാണ്. ജോർജ് വാഷിങ്ടൺ 1799 അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം അന്തരിക്കുന്നതും ഇന്നാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ് ഇന്ത്യയിൽ ഇന്ന് ഊർജ്ജ സംരക്ഷണ ദിനമായിട്ടാണ് ആചരിച്ചു വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ.